സുബൈദാ, ഈ വാതിലൊന്നും അങ്ങോട്ട് ചാരിയാ. ഞാനേ കടിയിലൊന്ന് പോയേരട്ടാ. ആചാരം എടുക്കാൻ രാവിലെ തന്നെ. ആഹാ, കുട്ടികളെ നിങ്ങളിപ്പോ 26 ഇറങ്ങി തയ്ക്കാറല്ലേ? വലിയ വലിയ വരാളൊക്കെ ആ വാർത്ത അതിലങ്ങോട്ട് പോയിക്കോളിട്ടാ. ആചാരം നമുക്ക് ഇട്ടൊന്ന് കൊട്ടിയാ. അല്ല പാപ്പ, നിങ്ങളോട് അധികം നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? എങ്ങോട്ടേ പോണേ? മാനോ, ഞാൻ നമ്മളെ ആ കടിയിലേറ്റൊന്നും പോയി എന്തിന്? അത് മാനോ, നമ്മൾ ആ കടിയത്തെ കുട്ടികൾക്ക് കുറച്ച് കായ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അല്ല പാപ്പ, ഓൽക്കുള്ള ശമ്പളം ഞാൻ 2 ദിവസം മുമ്പ് കൊണ്ടേ കൊടുത്തതല്ലേ? ശമ്പളം അല്ലടാ, പെരുന്നാളൊക്കെ അല്ലേ വരുന്ന, കുറച്ച് പെരുന്നാൾ പൈസ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. എന്താണ് പാപ്പ നിങ്ങൾ വെറുതെ പൈസ കൊടുത്തുകൊണ്ട് പണിക്കാരെ വഷളാക്കല്ലിട്ടാ. അല്ലെങ്കിലേ ഓൽക്ക് കളി കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് പൈസ കൊടുത്ത് ഓരോന്ന് ശീലാക്കിയിട്ടുണ്ടെങ്കിൽ ഓല് കൂടുതൽ വഷളാവുള്ളൂ. ബാപ്പാന്റെ കുട്ടി ഇങ്ങോട്ട് വന്നാണ്. ബാപ്പാന്റെ കുട്ടി ഇപ്പൊ കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ ഈ കടിക്കൊക്കെ വരൽ തുടങ്ങിയിട്ട്. അന്റെ ഇജ്ജ് പഠിച്ച MBA ഇല്ലാത്ത കുറെ സംഗതികളുണ്ട് നമ്മൾ കച്ചവടത്തിൽ ചെയ്യാനും പഠിച്ചാനും ഒക്കെ. മനസ്സിലായിക്കണ എനിക്ക്? അല്ല, ഈ പൈസ എന്തിനു വെറുതെ കൊടുക്കണമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇപ്പാന്റെ കുട്ടി ഇപ്പൊ ഈ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്താ. അല്ല പാപ്പ, നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോയിട്ടല്ലേ ഡ്രസ് എടുത്തേ? എന്നാ ഇജ്ജ് മനസ്സിലാക്കിക്കോ, നമ്മളെ കടിയിലെ കുട്ടികൾ ഇപ്പോഴും ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവില്ല. അങ്ങക്ക് എങ്ങനെ അറിയാം? അത് തിരിയാനേ അന്റെ MBA മുഴുവൻ വായിച്ചൊന്നും വേണ്ട. നമ്മളെ ഗോഡൌണിലായാലും കടിയിലായാലും ഇത്ര ഉഷാറായിട്ട് പണിയൊക്കെ നടക്കണം ഞമ്മ രണ്ടാളും മാത്രം ഉഷാറുകൊണ്ടല്ല. അത് നമ്മളെ പണിക്കാരെ രാവും പകലും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണോണ്ടാ. നമ്മൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കണോലല്ല നമ്മളെ പണിക്കാര്. ഓല് രാവും പകലും പണിയെടുത്ത് ഉണ്ടാക്കി തരുന്ന ലാഭം കൊണ്ടാണ് ഞാനും ഇതൊക്കെ ഇവിടെ ജീവിക്കണേ. മനസ്സിലായപ്പോ എനിക്ക് മാനുവോ? ഈ കാണുന്നതൊക്കെ ഓല എയർപോർട്ട് ഉണ്ടാക്കിയതാ, അല്ല ഞാനും ഇജ് ഒറ്റക്ക് ഉണ്ടാക്കിയതല്ല. ഒരു കൊല്ലത്തിൽ നമ്മളെ കച്ചവടത്തിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതേ നമ്മളെ പണിക്കാർക്ക് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു നഷ്ടം ഇവിടെ വരാനില്ല. മറിച്ച് നമുക്ക് ലാഭേ ഉള്ളൂ കുട്ടിയെ. അതുകൊണ്ടേ ഓല കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റാൻ പറ്റും. മാത്രമല്ല ഓൽക്ക് നമ്മളോട് ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടാവും, പണിയിൽ ആത്മാർത്ഥത ഉണ്ടാവും. നമ്മളെ വിട്ടു പോകാതെ എന്നും നമ്മളപ്പം തന്നെ പണിയെടുക്കാൻ ഓൽക്ക് ഒരു താല്പര്യം ഉണ്ടാവും. ഇജ് പഠിച്ച MBA ബുക്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളെ പടച്ചോൻ എന്താ പറഞ്ഞതെന്നറിയാം എനിക്ക്? ഉള്ളോല് പറ്റുന്ന പോലെ ഇല്ലാത്തോൽക്ക് കൊടുക്കണമെന്നാ. അപ്പോഴാടാ നമ്മളൊക്കെ ഒരു മനുഷ്യന്മാരാവുള്ളൂ. പൊന്നാര പാപ്പ, എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാ മോനെ, ലാഭം മാത്രമല്ല, കച്ചവടമാകുമ്പോൾ എല്ലാവരും കൂടി കൂട്ടിപ്പിടിച്ച് അതൊരു കുടുംബമായിട്ട് പോകുമ്പോഴാണ് അതിലൊരു സന്തോഷം, ഒരു ബർക്കത്തൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. നിങ്ങൾ ഡോക്ടർ ഏതായാലും പുറത്തിറങ്ങണ്ട നടക്കണ്ടെന്ന് പറഞ്ഞല്ല, നിങ്ങൾ നടക്കി വീട്ടിൽ കിടക്കി കൊടുത്തോളൂ. ഞാൻ കൊടുത്തോളാം. മാഷാ അൽഹംദുലില്ലാഹ്. നിങ്ങൾ എന്താ ആചാരാണ് തന്റെ പേരയിൽ നായുള്ളത്? ആദ്യം പറയണ്ട. ഇതിനാണ് നായ്പാച്ചിൽ എന്ന് പറയുന്നത്.